Good morning, students. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളിന്ന് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗ്രാഫിക്കൽ അനാലിസിസിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബയസിങ് പഠിച്ചു, ആംപ്ലിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ആംപ്ലിഫിക്കേഷൻ ഗ്രാഫിക്കൽ അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആംപ്ലിഫിക്കേഷൻ എന്താണെന്ന് വ്യക്തമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പറ്റിയ സ്ലൈഡ്സ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ബോർഡിലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്, നമുക്ക് വാല്യൂസ് ഒക്കെ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ, എങ്കിലും അത്യാവശ്യം കുറെ കൂടി ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. നമ്മള് സ്ലൈഡ് ഷോയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ സ്ലൈഡ് നമുക്കറിയാം, കോമൺ എമിറ്റർ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇതിലെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് ബേസ് എമിറ്റർ ജംഗ്ഷനിലാണ്. ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ C1 ഉപയോഗിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. C1 കൊടുക്കുന്നു. അപ്പൊ അത് ഇവിടെ നമ്മളൊരു ഫിക്സഡ് IB സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു IBQ. അത് നമുക്ക് ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ചെയ്തിരിക്കുന്ന IBQ എന്നുള്ളത് DC ഇൻപുട്ട് സിഗ്നൽ ഇല്ലാത്ത സമയത്ത് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ടെമ്പറേച്ചറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അത് പോലെ എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു VBE നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഒരു 0.7 വോൾട്ടെങ്കിലും വരത്തക്ക രീതിയിലായിരിക്കും ഇത് നമ്മൾ ബൈസ് ചെയ്തിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇവിടെ ഉദാഹരണത്തിന് 1.7 വോൾട്ട് എന്ന് വയ്ക്കുന്ന VRE 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുന്നത്. ഈ 1.7 വോൾട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ഇൻപുട്ട് സിഗ്നലിന് കാരണമാവും. ആ 1.7 വോൾട്ടിൽ ചേഞ്ച് ഉണ്ടാവും. 1.7 1.9 ആണെന്ന് വയ്ക്കുക. അപ്പൊ ആ സമയത്ത് 0.2 വോൾട്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ബേസ് കറണ്ടിലും അതനുസരിച്ച് ചേഞ്ച് ചെയ്യും. കാരണം നമുക്കറിയാം, ഫോർവേഡ് ബയസിൽ കൂടിയ കറണ്ടും കൂടും. സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിക്കുക, നമുക്കറിയാം. ഇനി അതുപോലെ ഇൻപുട്ട് സിഗ്നലിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച്, അതായത് നിലവിൽ 0 ആയിരുന്നു, അവിടുന്ന് ഒരു നെഗറ്റീവ് വോൾട്ടിലേക്ക് 0.2 വോൾട്ട് ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 1.7 വോൾട്ട് എന്നുള്ളത് 1.5 ആയിട്ട് മാറി എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള 0.7 വോൾട്ട് 0.5 ആയിട്ട് മാറി. അപ്പൊ ഇത് ജസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന അതിലേക്ക് പോകും, അതായത് ബേസ് കറണ്ട് 0 ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോ ആ ഒരവസ്ഥ, അപ്പൊ ബേസ് കറണ്ട് 0 ആകുന്നു. ബേസ് കറണ്ട് IB നമ്മൾ 10 mA ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ 10 mA മാക്സിമം വരാവുന്ന 20 മൈക്രോആംപിയർ, സോറി, IB 10 മൈക്രോആംപിയറും IB മാക്സ് 20 മൈക്രോആംപിയറുമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യിക്കുക. മിനിമം 0 ആയിട്ട് ഫിക്സ് ചെയ്തെന്ന് വയ്ക്കുക. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ഒരു 20 മൈക്രോആംപിയറിന്റെ ഒരു വേരിയേഷൻ ഇവിടെ ഉണ്ടാവും. ആ വേരിയേഷൻ കളക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം എന്താണ്? IB എന്ന് പറയുന്നത് കളക്ടർ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കളക്ടർ കറണ്ടിനെ അത് ഡ്രൈവ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ IC ബീറ്റ IB ആണ്. അപ്പൊ ഈ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ എത്രയാണോ അതുകൊണ്ട് IBA ഉണ്ടാകുന്ന ചേഞ്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സമയത്തെ കളക്ടർ കറണ്ട് കാണാൻ പറ്റും. അങ്ങനെ കളക്ടർ കറണ്ടിന് ഒരു വ്യതിയാനം ഉണ്ടാവുന്നു. ആ കളക്ടർ കറണ്ടിന്റെ വ്യതിയാനം ഇവിടെയുള്ള VRCയെ, ഇവിടെ VC എന്ന് കാണിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അത് VRC ആണ്. VRCയിൽ ഒരു വേരിയേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ആ വേരിയേഷൻ നമുക്ക് VCയിൽ ഒരു കുറവും വേരിയേഷൻ ഉണ്ടാകാൻ കാരണം.
ഇവിടെ കൂടിയാൽ ഇവിടെ കുറയും. കാരണം വി സി സി ഈക്വൽ ടു ഇത് പ്ലസ് ഇത് വി ആർ സി പ്ലസ് വി സി ആണ്. അപ്പൊ വി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി സി സി മൈനസ് വി ആർ സി ആണ്. അപ്പൊ വി ആർ സി കൂടിയാൽ വി സി കുറയും, വി ആർ സി കുറഞ്ഞാൽ വി സി കൂടും. അങ്ങനെയാണ്. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ കൂടിയാൽ ഇൻപുട്ട് കറണ്ട് കൂടും, ഇൻപുട്ട് കറണ്ട് കൂടിയാൽ ഔട്ട്പുട്ട് കറണ്ട് കൂടും. ദാറ്റ് ഈസ് ഐ സി കൂടും. ഐ സി കൂടി ഇവിടുത്തെ ഡ്രോപ്പ് കൂടും, ഇവിടുത്തെ വോൾട്ടേജ് കുറയും. ഇനി ഇവിടെ ഇൻപുട്ട് സിഗ്നലിന്റെ ഇൻപുട്ട് കുറഞ്ഞാൽ ഇവിടുത്തെ ബേസ് കറണ്ട് കുറയും, അപ്പൊ കളക്ടർ കറണ്ട് കുറയും. കളക്ടർ കറണ്ട് ഇവിടുത്തെ ഡ്രോപ്പ് കുറയും, അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് കൂടും. അപ്പൊ അങ്ങനെ ഒരു റിവേഴ്സ് പ്രോസസ് ഔട്ട്പുട്ടിൽ നടക്കും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് എ സി ലോഡ് ലൈൻ ആൻഡ് ഡി സി ലോഡ് ലൈൻ. ഡി സി ലോഡ് ലൈൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എ സി ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എ സി കടന്നു പോകുമ്പോൾ ട്രാൻസിസ്റ്റർ എന്ത് റെസ്പോൺസ് കാണിക്കുന്നു എന്ന് അടിസ്ഥാനപ്പെട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഡി സി ലോഡ് ലൈനിൽ വി സി ഈക്വൽ ടു വി സി സി ആണ്. ഇതിന്റെ ഈ എൻഡ് ഐ സി എന്ന് പറയുന്നത് ഐ സി മാക്സ് ആണ്. ദാറ്റ് ഈസ് വി സി സി ഡിവൈഡ് ബൈ ആർ സി ആണ്. പക്ഷേ എ സി കണ്ടീഷനിൽ നമുക്കറിയാം, ഇതിനു മുമ്പുള്ള സൈഡ് കണ്ടു, പ്രീവിയസ് കടന്നുകൂടി കാണാം. എ സി കടന്നു പോകുമ്പോൾ ഈ എ സിക്ക് എന്തൊക്കെ തടസ്സമാവുന്നു, എന്തൊക്കെ കടത്തി വിടുന്നു അനുസരിച്ചാണ് എ സിയുടെ അനാലിസിസ് പുരോഗമിക്കുക. അപ്പൊ ഈ കപ്പാസിറ്റർ എ സിയെ സംബന്ധിച്ച് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എഫക്ട് ചെയ്യില്ല. ഇനി ഇവിടെ ഈ R1 മുകളില് നമ്മളൊരു സപ്ലൈ ഗ്രൗണ്ടുമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒരു കണക്ഷൻ ശരിക്കും ഉണ്ട്. ഇങ്ങനെ ഈ കളക്ടർ ഡി സി സപ്ലൈയും ഇതും തമ്മിലൊരു ഡി സി സോഴ്സുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ ഡി സിയെ സംബന്ധിച്ച്, ഒരു ഡി സി സോഴ്സിനെ സംബന്ധിച്ച് എ സി കടന്നു പോകുമ്പോൾ അത് 0 റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുക. സ്വാഭാവികമായിട്ടും എ സിയെ സംബന്ധിച്ച് ഈ പോയിന്റും ഈ ഗ്രൗണ്ട് പോയിന്റും തുല്യമാണ്, അല്ല ഒന്ന് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഇതിനിടയ്ക്ക് ദർ ഈസ് നോ റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് എ സി ബൈപാസിംഗ്. അപ്പൊ അതുകൊണ്ട് എ സി അനാലിസിസ് നടത്തുമ്പോൾ ഈ R1ഉം R2ഉം പാരലാണ്. അതുപോലെ വി ആർ സിയും നേരെ വി സി സിയിലാണ് കണക്ട് ചെയ്തേക്കണെങ്കിലും അത് ഈ ഡി സി സോഴ്സ് വഴി ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എ സിയെ സംബന്ധിച്ച് ഈ ആർ സി പാരലൽ, ഇവിടെ എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ ആ ലോഡും, കാരണം ഈ കപ്പാസിറ്ററിന് എ സിയെ കടത്തിവിടാനേ പറ്റുള്ളൂ, ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് പോലെ എ സിയെ സംബന്ധിച്ച് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ഇതും ഗ്രൗണ്ട് ചെയ്തപ്പെട്ട് അത് രണ്ടും പാരലൽ. അങ്ങനെ നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എ സി ലോഡ് ലൈൻ കണ്ടു. അപ്പൊ എ സി ലോഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയായതുകൊണ്ട് നമുക്ക് ഈ ഐ സി മാക്സ് എന്ന് പറയുന്നത് വി സി സി ഡിവൈഡ് ബൈ ആർ സി ആണെങ്കിൽ ഇവിടെ വരുമ്പോ അത് ലോഡ് റെസിസ്റ്ററും കൂടി അതിനെ അക്രോസ് ആയിട്ട് വരുന്നതുകൊണ്ട് മൊത്തം കളക്ടർ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് വി സി സി ഡിവൈഡ് ബൈ ഐ സി എന്ന് പറഞ്ഞത് കുറെ കൂടി വലിയൊരു വാല്യൂ ആയിട്ട് മാറുന്നു. അതാണ് ഈ 6ലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്കിവിടെ എ സി ഡി സി ലോഡ് ലൈനിൽ വി സി ഈക്വൽ ടു വി സി സി ആണ്. അത് ഇവിടെ 12 വോൾട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വേറൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് ഏത് പോയിന്റ് ആണെന്ന് വെച്ചാൽ വി സി ക്യൂ പ്ലസ് ഐ സി ഇൻറ്റു ആർ എ സി. ആ ഐ സി വെച്ച് ഐ സി ഇൻറ്റു ആർ എ സി ആണ്. അതായത് ആർ സി പാരലൽ ലോഡ് റെസിസ്റ്റൻസ്, അത് രണ്ടും കൂടെ പാരലൽ ചെയ്തതിന് തുല്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ ഈ
പോയിന്റ് കുറച്ചുകൂടി ഇവിടെ താഴേക്കാണ് വരിക. മനസ്സിലായി? ഇവിടെ ഇതാണെങ്കിൽ ഇവിടെ ICQ എന്ന് പറയുന്നത്, സോറി, BCQ എന്ന് പറയുന്നത് ഇവിടെയാണ്, 4 വോൾട്ടിന്റെ അടുത്താണ്. ആ 4 വോൾട്ടേജ് പ്ലസ് ഇവിടെ ഒഴുകുന്ന കറണ്ട് 6 MA എന്ന് വിചാരിക്കുക. 6 MA ഇൻറ്റു ഇവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ് മൊത്തം അതുകൂടി വരുന്നത് എത്രയാണോ ആ പോയിന്റ് ആയിരിക്കും ഇത്. IC VCQ പ്ലസ് IC ഇൻറ്റു REC എന്ന് വരും. അപ്പൊ ഈ പോയിന്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ വരയ്ക്കുന്നതാണ് AC ലോഡ് ലൈൻ. AC വരുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ച് സംഭവങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്, ഇത് ഔട്ട്പുട്ട്. അപ്പൊ ഇത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ ഒരു ഇൻപുട്ട് സിഗ്നല് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതായത് ഒരു ബേസ് കറണ്ട് IBQ ഉണ്ട്. IBQ ഉദാഹരണത്തിന് 10 മൈക്രോആംപിയർ ആണെന്ന് വയ്ക്കുക. ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ 10 മൈക്രോആംപിയർ ആണെന്ന് നമ്മൾ പറയുന്നു. ആ 10 മൈക്രോആംപിയറിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളൊരു, അതുപോലെ VBQ എന്ന് പറയുന്നത് ഒരു 1.7 വോൾട്ടാണെന്ന് വിചാരിക്കുക. ആ ഫിക്സ് ചെയ്തേക്കുന്നതിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നല് 0.2 പ്ലസ് 0.2 മൈനസും കടന്നു വരികയാണെന്ന് വെക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് 1.7 എന്നുള്ളത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 1.9 എന്നും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അത് 1.5ലേക്ക് മാറും. 1.5 എന്ന് പറയുമ്പോൾ 1 വോൾട്ടേജ് നമുക്ക് അവിടെ RCയിൽ ഡ്രോപ്പ് ചെയ്യും. REയിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ RE കഴിഞ്ഞിട്ട് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഉള്ള വോൾട്ടേജ് എത്രയാണോ അത് 0.5 ആയിട്ടും മിനിമം 0.7 ആയിട്ട് അതിന്റെ IBQവില് നമുക്കത് 1.7 ആയിട്ടും IB മാക്സില് അത് VB മാക്സില് 1.9 ആയിട്ടും മാറും. അപ്പോൾ 0.2 പോസിറ്റീവ് ചേഞ്ചും 0.9 നെഗറ്റീവ് ചേഞ്ചും ആ വോൾട്ട്സിൽ ഉണ്ടാവുന്നു. അപ്പൊ അത്രയും ചേഞ്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ടോട്ടലി 0.4 വോൾട്ടിന്റെ ചേഞ്ച് ഉണ്ടാകും. അതായത് 400 മില്ലി വോൾട്ടിന്റെ ചേഞ്ച് ഇൻപുട്ടിൽ ഉണ്ടാകുന്നു. ആ ചേഞ്ച് ഇവിടെ IBയെ 10 മൈക്രോആംപിയറിന് 20യിലേക്കും 10 മൈക്രോആംപിയറിന് 0യിലേക്കും മാറ്റുന്നു എന്ന് വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ ആ ചേഞ്ച് ഇവിടെ നമുക്കറിയാം IBയുടെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് IC. അതായത് IC = ബീറ്റ IB. അപ്പൊ IBയില് 100 ആണ് ബീറ്റ എങ്കിൽ ഈ 100 ഇൻറ്റു 10 മൈക്രോആംപിയർ മുകളിലേക്ക് വരുമ്പോൾ 20 മൈക്രോആംപിയർ ആയി. 20 മൈക്രോആംപിയർ ഇൻറ്റു 100, അപ്പോൾ 2 MA ആണ് ICയുടെ അപ്പോഴത്തെ മാക്സിമം എന്നും, ഇവിടെ 0 IB ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ICയും 0 ആകുന്നു എന്നും വിചാരിക്കാം. നമ്മളിപ്പോ കുറച്ചുകൂടി ചെറിയൊരു വാല്യൂ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ 0യ്ക്കും 2 MAയ്ക്കും ഇടയ്ക്ക് ഔട്ട്പുട്ട് കറണ്ട് വേരി ചെയ്യുന്നു. അപ്പൊ 2 MA ആകുമ്പോൾ എന്ത് പറ്റും? VRC മാക്സിമം. VRC മാക്സിമം ആയാൽ, അതായത് VCCക്ക് ഇക്വലന്റ് ആയാൽ VCE = 0 ആകും. കാരണം VCE = VCC മൈനസ് VRC ആണ്. അപ്പോൾ VCCയും 10 VRCയും 10 ആയാൽ VCE = 0 ആകും. ഓക്കെ, ഇനി ഇവിടത്തെ വോൾട്ടേജ് 1.5 എന്നുള്ളത് 1.7 എന്നുള്ളത് 1.5 ആയിട്ട് മാറി. BBE സ്വാഭാവികമായിട്ട് ബേസ് കറണ്ട് 10 മൈക്രോആംപിയറിന് 0യിലേക്ക് മാറി. അപ്പോൾ കളക്ടർ കറണ്ട് എന്ത് സംഭവിക്കും? കളക്ടർ കറണ്ട് 0 ആവും. കളക്ടർ കറണ്ട് 0 ആയാൽ VRC എന്നുള്ളത് 0 ആവും. കളക്ടർ റെസിസ്റ്ററിലുള്ള ഡ്രോപ്പ് 0 ആയി.
സീറോ ആയിക്കഴിഞ്ഞാൽ സംഭവിക്കും, മുഴുവൻ വോൾട്ടേജ് വി സിക്ക് അക്രോസ് ആയിട്ട് വരും. സ്വാഭാവികമായിട്ട് വി സി ഈക്വൽ ടു 10 വോൾട്ടായിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ടിലുണ്ടാകുന്ന 0.4 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരുമ്പോൾ 10 വോൾട്ട് ചേഞ്ച് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 10 വോൾട്ട് ഡിവൈഡഡ് ബൈ 0.4 വോൾട്ട് ആണ് ഇവിടുത്തെ ഗെയിൻ. അപ്പൊ 25 ആയിരിക്കും ഇതിന്റെ ഗെയിൻ ആയിട്ട് വരിക. ഓക്കെ, നമുക്കിവിടെ കാണിച്ചത് വേണ്ട, ഔട്ട്പുട്ട് സിഗ്നൽ ഇവിടെ, ഇൻപുട്ട് സിഗ്നൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടായി, അതുപോലെ ഔട്ട്പുട്ട് കറണ്ടിലും വേരിയേഷൻ ഉണ്ടായി. ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന കറണ്ടിൽ ഉണ്ടാക്കുന്ന വേരിയേഷൻ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്ന എ ഐ ഈക്വൽ ടു ഐ സി, ഇത് മാക്സിമം ടു മിനിമം ആണ് ചേഞ്ച്. ഉദാഹരണത്തിന് 2 mA ആണ് മാക്സിമം എങ്കിൽ 0 mA ആണ് മിനിമം എങ്കിൽ ഐ സി ചേഞ്ച് തന്നെ 2 mA, കാരണം 2 മൈനസ് 0. ഐ ബി എന്ന് പറയുന്നത് മാക്സിമം 20 മൈക്രോആംപിയറും മിനിമം 0 മൈക്രോആംപിയറും ആണെങ്കിൽ ഐ ബിയിലെ ചേഞ്ച് 20 മൈക്രോആംപിയർ. അപ്പൊ അങ്ങനെ ഐ സി എന്ന് പറയുന്നത് 2 mAയും ഐ ബി എന്ന് പറയുന്നത് 20 മൈക്രോആംപിയറും ആണെങ്കിൽ അതിന്റെ ഗെയിൻ എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഐ സി എന്ന് പറയുന്നത് 2000 മൈക്രോആംപിയർ ആണ് 2 mAക്ക് ഇക്വലന്റ്. അപ്പൊ 2000 ഡിവൈഡ് ബൈ 20 മൈക്രോആംപിയർ ആണ് ബീറ്റ. ദാറ്റ് ഈസ് 100 ആയിരിക്കും ഇവിടെയുള്ള ബീറ്റ എന്ന് പറയുന്നത്. സാധാരണ ട്രാൻസിസ്റ്റർ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിന്റെ ഒക്കെ ബീറ്റ മിനിമം സാധാരണ രീതിയിൽ 100 വരാറുണ്ട്. ഓക്കെ, ഇനി വോൾട്ടേജ് ഗെയിൻ അടുത്തത്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ എ സി വരുന്ന ഗെയിനാണ്. സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാക്സിമം മിനിമം ഉണ്ട്. വി സി ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദാറ്റ് ഈസ് വി സി മാക്സ് ഈ കേസിൽ 10 വോൾട്ടായിട്ടും മിനിമം 0 വോൾട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 10 വോൾട്ട് ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നു. ഇൻപുട്ടില് 1.2 പ്ലസ് ഓർ മൈനസ് 0.2 ആണ്, അതായത് 0.4 വോൾട്ട് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. അത് അല്ലെങ്കിൽ വി ബിയിൽ 1.7 1.9ഉം 1.5 വോൾട്ടുമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ 0.4 വോൾട്ട് ചേഞ്ച് അവിടെ ഉണ്ടാവുന്നു. അപ്പോ 10 വോൾട്ട് ഡിവൈഡ് ബൈ 0.4, അപ്പൊ ഏതാണ്ട് 25 ആയിരിക്കും വോൾട്ടേജ് ഗെയിൻ. ഇനി പവർ ഗെയിൻ കാണുമ്പോൾ ഈ കറന്റ് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ആണ്, എ ഐ ഇൻറ്റു എ ബി. അത് നമ്മളിവിടെ ഒരു എ സി ലോഡ് ലൈൻ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തേക്കണം. കേട്ടോ, ഇൻപുട്ട് സിഗ്നൽ ഇവിടെ ഒന്ന് പതിക്കുന്നു. പതിക്കുമ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ ഐ സിയിൽ ഇങ്ങനെ ഐ സി മാക്സ്, ഐ സി മിനിമം എന്ന വേരിയേഷൻ ഐ സി ക്യൂവിൽ ഉണ്ടാക്കുന്നു. അപ്പൊ ആ വേരിയേഷൻ പ്രൊപ്പോർഷണലി അതൊരു കളക്ടർ റെസിസ്റ്ററിലുള്ള ഡ്രോപ്പ് ആയിട്ട് മാറുന്നതുകൊണ്ട് ആ കളക്ടർ റെസിസ്റ്ററിൽ ഡ്രോപ്പ് കൂടുമ്പോൾ വി സി കുറയുന്നു. കാരണം വി സി വി സി സി മൈനസ് വി ആർ സി ആണ്. അപ്പോൾ കളക്ടർ റെസിസ്റ്റർ വോൾട്ടേജ് കൂടിയാൽ വി സി മിനിമം ആവും, ഇവിടെ മിനിമം വരും. കളക്ടർ വോൾട്ടേജ് കൂടുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഐ സി, ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ ഐ സി കുറയുകയും ഐ ബി കുറയുകയും ഐ സിയും കുറയുകയും ചെയ്യും. ഐ സി കുറഞ്ഞു, ഐ സി മിനിമത്തിലേക്ക് വന്നു. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ആണ്, അത് കൂടും, വി ആർ സി കുറയുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെയുള്ളൊരു വേരിയേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു വേരിയേഷൻ ഔട്ട്പുട്ടിൽ കിട്ടി. ഇത് എ സി ഇക്വലന്റ് സർക്യൂട്ടാണ്. അതായത് എ സി കടന്നു പോകുമ്പോൾ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ എന്ത് റെസ്പോൺസ് ഉണ്ടാകും. കപ്പാസിറ്റർ ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും ഡി സി സോഴ്സ് ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും റെസിസ്റ്റൻസും ഇതിന്റെ ജംഗ്ഷൻ റെസിസ്റ്റൻസും ഒക്കെ മാത്രം അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. കാരണം ഇവിടെ കണ്ടോ, RB1 RB2 പാരലാണ്. കാരണം ഇതിവിടെ ഒരു ഡി സി സോഴ്സ് ആണ് ഉള്ളത്. ആ ഡി സി സോഴ്സ് എ സി സിഗ്നലിനെ സംബന്ധിച്ച് ഷോർട്ട് സർക്യൂട്ട് ആണ്.
അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഈ പോയിന്റും എ സിയെ സംബന്ധിച്ച് ഈ പോയിന്റും തുല്യമാണ്, അല്ല ഒരേ പോയിന്റ് തന്നെ. കാരണം ഇതിനിടക്ക് ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് ഒരു ഡി സി സോഴ്സ് ഉണ്ട്. ആ ഡി സി സോഴ്സ് ഒരു വയറിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തതിന് തുല്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് RB1 പാരലൽ RB2 ആവും. ഇനി ഇവിടെയാണെങ്കിൽ RC ഉണ്ട്, ഈ പോയിന്റും ഗ്രൗണ്ടുമായിട്ട് കണക്ഷൻ നേരിട്ട് വരും. കാരണം VCC സപ്ലൈ ഗ്രൗണ്ടുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യണം എ സിയെ സംബന്ധിച്ച്. ഇത് രണ്ടും ഒരു പോയിന്റാണ്. അപ്പൊ ഈ RCയും ഇപ്പുറത്ത് വരുന്ന എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ അത് ഈ കപ്ലിംഗ് കപ്പാസിറ്ററിലൂടെ നേരിട്ട് കണക്ഷൻ വരും. അങ്ങനെ ഈ RC പാരലൽ RL ആയിട്ട് നമുക്കിത് മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു. ഈ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിന്റെ നോട്ട്സിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഒന്ന് പോയാൽ കുറെ കൂടി വ്യക്തമാകും. അതിന് ശ്രമിക്കണം, 1-2 പ്രാവശ്യം കാണണം, എന്നാലേ നമുക്കിത് ശരിക്കും പിടികിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് ചെയ്യുക.